കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ശക്തമായ പ്രതിഷേധവുമായി UDF നിലപാട് കടുപ്പിക്കുന്നു. വടകര SP ഓഫീസിലേക്ക് നടന്ന മാർച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MP-യുമായ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കാഫിർ പ്രയോഗത്തിൽ പോലീസ് കുറ്റക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ പെൻഷൻ വാങ്ങാൻ പോലും കഴിയില്ലെന്ന് മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. പോലീസ് ഉദ്യോഗസ്ഥരോട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പതപ്പിക്കാൻ നിൽക്കണ്ട. ഇനി പതപ്പിക്കാൻ നിന്നാൽ നിങ്ങളാരും പെൻഷൻ വാങ്ങില്ല. ഇനിയിപ്പോൾ 1.5 കൊല്ലം കൂടിയേയുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. UDF സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ പിണറായിസത്തിന് കൂട്ടുനിന്ന എല്ലാവർക്കും കിട്ടും. ഇവിടെ നടക്കുന്നത് പിണറായിസമാണ്. ആ പിണറായിസത്തിനെതിരായുള്ള വികാരമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. ഓരോ തവണയും വടകര ലോക്സഭയിൽ ഭൂരിപക്ഷം കൂടുന്നതെന്താണ്? പിണറായി ഒന്ന് നേരെയാവട്ടെ എന്ന് കരുതി സഖാക്കളും കുറെ പേർ നമുക്ക് വോട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ടാണ് പാറയ്ക്കൽ പറഞ്ഞത് എല്ലാ മാർക്സിസ്റ്റുകാരെയും ഞാൻ കുറ്റം പറയില്ലെന്ന്. കരുവന്നൂർ കേസിൽ നിന്ന് രക്ഷപ്പെടാനായി BJPക്ക് കള്ളവോട്ടിന് അവസരമൊരുക്കി. കേരളത്തിൽ നിന്ന് ഒരു സംഖ്യയെ പാർലമെന്റിലേക്ക് അയച്ചതിൽ ഒന്നാം പ്രതി പിണറായി വിജയനാണ്. നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ നടത്തുന്ന പ്രചരണത്തിന്റെ പതിപ്പാണ് കാഫിർ പ്രയോഗവും. മോദിയും പിണറായിയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് മുരളീധരൻ ആരോപിച്ചു. അതേസമയം കാഫിർ വിവാദത്തിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനെയും മുൻ MLA KK ലതികയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് UDF കൺവീനർ MM ഹസൻ ആവശ്യപ്പെട്ടിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും MM ഹസൻ ആരോപിച്ചു. DYFI നേതാവ് റിബേഷുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ DYFI 25 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. അതിൽ നിന്ന് തന്നെ പലതും ഒളിച്ചുവെക്കാനുണ്ടെന്ന് വ്യക്തമാണ്. മാർക്സിസ്റ്റ് പാർട്ടി വീണിടത്ത് കിടന്നുരുളുകയാണ്. കാഫിർ വിവാദത്തിലൂടെ മാർക്സിസ്റ്റുകാർ വർഗീയതയിൽ BJPയെ കടത്തിവെട്ടിയെന്നാണ് MM ഹസൻ പറഞ്ഞത്. ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം ലഭിച്ചത് റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ്. DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷ് മേപ്പാടാണ് ഈ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പിന്നാലെ പോലീസ് ഇയാളുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അറിയില്ലെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ അറിയിച്ചത്.